ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഐറ്റമാണ് പട്ടിയാല ലസ്സി. ലസ്സി ഞങ്ങൾ എരുമപ്പാൽ കൊണ്ടാണ്. ഇത് ഞങ്ങൾക്ക് തമിഴ്നാട് നിന്ന് തന്നെയാണ് എരുമപ്പാൽ. പിന്നെ ഞങ്ങൾ ന്യൂലി ഇൻട്രൊഡ്യൂസ് ആയിട്ടും ഡ്രൈ ഫ്രൂട്ട് ലസ്സിയാണ്. നമസ്കാരം, ഞാൻ മോഹിന്ദർ സിംഗ് സേഠി. ഇത് നമ്മുടെ ഡാബിനായിട്ട് ഫേമസ് ഐറ്റമാണ് പട്ടിയാല ലസ്സി. ഇപ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് ഡ്രൈ ഫ്രൂട്ട് ലസ്സി കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ ഇത് എരുമപ്പാൽ ചൂടാക്കി അത് തണുപ്പിക്കും. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള തൈര് അതിൽ കുറച്ച് ഇടും. അത് കഴിഞ്ഞ് ഇത് കംപ്ലീറ്റ് തൈരാവും. തൈര് ഞങ്ങൾ മറ്റേ പാത്രത്തിലിട്ട് ട്രഡീഷണൽ മെത്തേഡിൽ ഞങ്ങൾ അത് കടഞ്ഞെടുക്കും. അത് ഞാൻ നേരത്തെ കാണിച്ചു. ഇതാണ് എൻ്റെ പ്രോസസ്സ്. 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 12 മിനിറ്റ് വേണം അത് കടഞ്ഞെടുക്കാൻ വേണ്ടി. അപ്പോൾ 2 പട്ടിയാല ലസ്സി ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു 13 മിനിറ്റ് പിടിക്കും. പിന്നെ അതിനുള്ളിൽ ഞങ്ങൾ ആൽമണ്ട്സ് ആഡ് ചെയ്യും, പഞ്ചസാര ആഡ് ചെയ്യും. 2 ലിറ്റർ വേണ്ടി ഒരു ചെറിയ ബൗൾ പഞ്ചസാര ഇടണം. അതിൽ കറിയിൽ വേറെ ഒന്നും ഇൻഗ്രീഡിയൻസ് ഞങ്ങൾ അൺവാണ്ടഡ് ഒരു ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാറില്ല. അതിൽ ഞങ്ങൾ വെള്ളം ചേർക്കൽ ഒന്നുമില്ല, നത്തിങ്. പിന്നെ ഞങ്ങൾ പുതിയ ഐറ്റം ഇറക്കിയത് ഡ്രൈ ഫ്രൂട്ട് ലസ്സി. അത് സാധാരണ ലസ്സിയാണ്. അതിൽ പറഞ്ഞ പോലെ കിസ്മീസും കാഷ്യൂനട്ടും വെക്കും, അത് ഇടും, അത്രേ ഉള്ളൂ. അത് നമുക്ക് നല്ല ആൾക്കാർ നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. പുതിയ ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. പട്ടിയാല ലസ്സി ഞങ്ങളുടെ ഫേമസ് ആയിട്ട് പോകുന്നുണ്ട് ഇവിടെ. സാധാരണ പഞ്ചാബിലൊക്കെ ഒരാൾ കുടിക്കും. ബട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ സ്റ്റാമിന. സോ ഐ ആം ഗോയിങ് ടു ഡ്രിങ്ക്. ഓക്കെ.